ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കേരളത്തിലൊരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർ പുതിയ പി എസ് വിജ്ഞാനം വന്നിട്ടുണ്ട്. കേരള നമ്പർ എന്ന് പറയുന്നത് 360/2025 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ് വന്നിട്ടുള്ളത്. പ്രിസൺ ആൻഡ് കൊറക്ഷണൽ സർവീസസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 ഒക്ടോബർ 2025 വരെയാണ്. അപ്പോൾ അതിന് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിന്നിട്ടുള്ള പി എസ് എന്ന് പറയുന്നത് കേരള നമ്പർ 360/2025 ആണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 വരെയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ് വരുന്നത്. സാലറി റേഞ്ച് എന്ന് പറയുന്നത് 27 മുതലാണ് സ്റ്റാർട്ടിങ്, 63 വരെയാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഫറൻ്റ്ലി ആംബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-36 വയസ്സിനുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് 2/1/1989 മുതൽ 1/1/2007 ഇടയിൽ ജനിച്ച ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതായത് SC ST വിഭാഗക്കാർക്കും അങ്ങനത്തെ ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് SLC അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാസ്സായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായി വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിന് ആദ്യമായിട്ട് വരുന്നത് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നാണ് പറയുന്നത്. അത് SC ST വിഭാഗങ്ങൾക്ക് ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ രണ്ടാമതായി വരുന്നതാണ് ഐ സൈറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ഇത് നിബന്ധനകൾ റൈറ്റ് ഐയുടെ ലെഫ്റ്റ് ഐയുടെ വിഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും അതൊക്കെ വിത്തൗട്ട് ക്ലാസ്സസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിഫക്ട്സ് ആയിട്ടുള്ള ലൈക്ക് നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്, വാരിക്കോസ് വൈൻസ്, ബോവ് ലെഗ്സ്, ഡിഫേർഡ് ലിംസ്, ഇറഗുലർ ആൻഡ് പ്രൊറൂഡിങ് ടീത്ത്, ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഇതിൽ ടോട്ടൽ ഒരു 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതിൽ 5 എണ്ണത്തിൽ പാസ്സാവുക എന്നുള്ളതാണ് പിന്നെ വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 5 ഇവൻറ്റ്സ് ആണ് പാസ്സാവേണ്ടത്. ഇവൻറ്റ്സ് ഇതൊക്കെയാണ് വരുന്നത്: 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, 200 മീറ്റർ റണ്ണ്, ത്രോയിങ് ദ ത്രൂ ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ 1 സ്റ്റാർ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ 8 ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ 5 എണ്ണത്തിൽ പാസ്സാവുക എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് വിഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള രീതി അറിയുന്നുണ്ടാവും. ഈ ഒരു വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ യോഗ്യതരാണ് എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ബാധകമാണ്, അതിലെല്ലാം ഇൻക്ലൂഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ നൗ എന്നുള്ള സ്ഥലത്ത് നീക്കിക്കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 വെനസ്ഡേ അപ് ടു 12 o'clock മിഡ്നൈറ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് യോഗ്യതരായിട്ടുള്ള ആളുകൾക്ക് ഉടൻ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.